വാർത്തയോ വാർത്താ വിശകലനമോ ചിരിക്കാനുള്ള വകയല്ല. മാധ്യമപ്രവർത്തനം അങ്ങേയറ്റം ഗൗരവപൂർവം സാമൂഹിക യാഥാർത്ഥ്യത്തെ തുറന്നു കാണിക്കലാണ്. അത് വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള വാർത്തയായാലും സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വാർത്തയായാലും വാർത്താ വിശകലനമായാലും ചിരിപ്പിക്കാനുള്ളതല്ല. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, റിപ്പോർട്ടർ ടി വിയുടെ പ്രൈം ഷോയായ മീറ്റ് ദി എഡിറ്റേഴ്സ് വാർത്താ വിശകലനങ്ങളെ ഗൗരവപൂർവ്വം സമീപിക്കുന്ന ഏതൊരാളെയും തലകുത്തി ചിരിപ്പിക്കാൻ ഇടവരുത്തുന്ന ഒന്നായിരുന്നു. എന്തുകൊണ്ടാണ് ഇന്നലത്തെ മീറ്റ് ദി എഡിറ്റേഴ്സ് കോമഡി ഷോ പീസായി മാറിപ്പോയത്? മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വി ഡി സതീശൻ സർക്കാരിനെതിരെ പ്രതിപക്ഷം പോരിനോ എന്ന തരക്കെട്ടിലായിരുന്നു ചർച്ച നയിക്കുന്നത് അരുൺകുമാർ. സഹപാനലിസ്റ്റുകളായി സ്മൃതി പരുത്തിക്കാട്, പി ആർ സുനിൽ, ആൻഡോ അഗസ്റ്റിൻ. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി കുത്തനെ കുറച്ചത്, കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു ചർച്ച. വി എം സുധീരനെ കൂടി ഉൾപ്പെടുത്തി പ്രതിപക്ഷം മാത്രമല്ല പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും സതീശനെതിരെ പോർമുഖം തുറക്കുന്നു എന്നായിരുന്നു അരുണിൻ്റെ ആദ്യ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം. 2023 മുതൽ വർഷങ്ങളോളം നികുതി നിശ്ചയിക്കാതെ കിടന്ന ഒരു ഫയലിൽ മണിക്കൂറുകൾ കൊണ്ട് നടപടിയെടുത്ത കാര്യം പരിഹാസരൂപേണ ചൂണ്ടിക്കാട്ടിയാണ് സുനിൽ തൻ്റെ വാദം തുടങ്ങി വച്ചത്. കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് നടന്ന് ചെരുപ്പ് തേഞ്ഞ ബർക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന് സതീശൻ വലിയ സഹായമാണ് ചെയ്തു കൊടുത്തിരിക്കുന്നതെന്ന് സുനിൽ പറയുന്നു. സ്പിരിറ്റ് അധിഷ്ഠിതമായ വീര്യം കുറഞ്ഞ മദ്യത്തിന് 251% നികുതി ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് 120% കുറഞ്ഞു എന്നതാണ് ഇവിടുത്തെ കാതലായ പ്രശ്നമെന്നും സുനിൽ ചൂണ്ടിക്കാണിക്കുന്നു. നികുതി നിശ്ചയിക്കലല്ല, നികുതി കുറച്ചതാണ് ഇവിടെയുള്ള പ്രധാന പ്രശ്നം. ബക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ വാർഷിക ടേൺ ഓവർ 1000 കോടിയാണ്. ഇതിൽ പകുതിയോളം അവർ നേടിയെടുക്കുന്നത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് 100 മുതൽ 150 കോടി രൂപയുടെ വിൽപ്പനയാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. കമ്പനിക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടമാണ് പ്രധാന പ്രശ്നമെന്ന് സുനിൽ ഉറപ്പിച്ചു പറയുന്നു. മുഖ്യമന്ത്രിയാകും മുമ്പ് വി ഡി സതീശൻ നടത്തിയ മംഗലാപുരം യാത്രയും സുനിൽ പ്രശ്നവൽക്കരിക്കുന്നു. ചാർട്ടേഡ് വിമാനത്തിൽ നടത്തിയ യാത്രയ്ക്ക് 20 മുതൽ 25 ലക്ഷം രൂപ വരെ ചെലവ് വരുമെന്നും സുനിൽ പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രി വി ഡി സതീശനാണ്. നികുതി കുറയ്ക്കൽ ബജറ്റിൽ പ്രഖ്യാപിക്കും മുന്നേ പാർട്ടിയിൽ ചർച്ച ചെയ്താൽ മതിയായിരുന്നു, മുന്നണിയിൽ ചർച്ച ചെയ്താൽ മതിയായിരുന്നു എന്ന വി എം സുധീരൻ്റെ നിലപാടും ഇവിടെ പ്രസക്തമാണ്. അങ്ങനെ സർവത്ര പ്രതിരോധത്തിലായതോടെയാണ് സതീശൻ പിന്നാക്കം പോയതെന്നും സുനിൽ പറയുന്നു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ബക്കാഡിയുടെ ഇടപെടൽ ചൂണ്ടിക്കാട്ടി അഴിമതി ആരോപണം ഉന്നയിച്ച ആളാണ് വി ഡി സതീശൻ. അതേ സതീശൻ തന്നെയാണ് നികുതി കുറച്ച് മദ്യലോബിക്ക് ഇപ്പോൾ കൂട്ടുനിൽക്കുന്നത്. പി ആർ സുനിലിൻ്റെ പോയിന്റുകൾ കഴിയുന്നതുവരെ മീറ്റ് ദി എഡിറ്റേഴ്സ് ഗൗരവപൂർണമായ ഒരു ചർച്ചയായിരുന്നു എന്നതിൽ തർക്കമില്ല. അടുത്ത ഊഴം സ്മൃതി പരുത്തിക്കാടിൻ്റേതായിരുന്നു. സ്വാഭാവികമായും സതീശനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിലപാടൊന്നും ഒരു കാരണവശാലും സ്മൃതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ തെറ്റാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായ ഭേദഗതികളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് സതീശനെ വെളുപ്പിക്കാൻ ശ്രമം നടത്തുന്നത്. മീറ്റ് ദി എഡിറ്റേഴ്സിൻ്റെ 13-ാം മിനിറ്റ് 26-ാം സെക്കൻഡ് വരെ ഒരു കുഴപ്പവുമില്ലാതെ പോവുകയായിരുന്നു. സ്മൃതി പറയുന്നതിലെ പൊള്ളത്തരം ഒന്ന് തുറന്നു കാണിക്കാൻ അരുൺ ശ്രമിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു. തമാശയ്ക്കാണോ ബജറ്റ് ഉണ്ടാക്കുക എന്ന അരുണിൻ്റെ ചോദ്യം സ്മൃതിയെ ചൊടിപ്പിക്കാൻ പോകുന്നതായിരുന്നു. ഇത് മദ്യനയമല്ലെന്നും നികുതി നിശ്ചയിക്കൽ മാത്രമാണെന്നുമാണ് സ്മൃതിയുടെ പ്രധാന വാദം. സ്വാഭാവികമായും സതീശൻ പക്ഷക്കാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലടക്കം ഉന്നയിക്കുന്ന വാദമാണിത്. ഇവിടെ ന്യൂസ് ലാബിനെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. പഴങ്ങളിൽ നിന്ന് മദ്യ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് സ്മൃതി പറയുന്നത് ഈ വിധമാണ്: പഴത്തിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനായി ലൈസൻസിന് ആരും അപേക്ഷിച്ചിട്ടില്ല എന്നാണ് സ്മൃതി മുന്നും പിന്നും നോക്കാതെ പറഞ്ഞത്. കാർഷിക സർവകലാശാലയുടെ മദ്യമെന്തോ വരുന്നതായി കേട്ടിരുന്നു, എന്നാൽ അവർ ലൈസൻസിന് അപേക്ഷിച്ചിട്ടില്ല എന്നുകൂടി സ്മൃതി പറഞ്ഞു. ഇവിടെ സ്മൃതിയും ഇത് കാണുന്ന പ്രേക്ഷകരും ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 20-ാം തീയതി മുതൽ പലയാവർത്തി മുൻ എക്സൈസ് മന്ത്രിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ MP രാജേഷ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മുൻ ധനമന്ത്രി
തോമസ് ഐസക്കും മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവരൊക്കെയും കേരള കാർഷിക സർവകലാശാല പഴങ്ങളിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിച്ച കാര്യം പലയാവർത്തി പറഞ്ഞതുമാണ്. എന്നിട്ടും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റ് ഇക്കാര്യം അറിഞ്ഞിട്ടേയില്ല എന്ന മട്ടിൽ സംസാരിക്കുന്നത് എത്രമാത്രം തെറ്റിദ്ധാരണ പരത്തുന്ന പ്രവൃത്തിയാണ്. പിന്നീട് മുതലാളിയോട് പോലും തർക്കിച്ച സ്മൃതി കരിമണൽ ഖനനത്തിലേക്ക് കടക്കുന്നു. ജയചന്ദ്രൻ ഇലങ്കത്തിൻ്റെ മനോരമയിലെ വാർത്ത മുൻനിർത്തിയായിരുന്നു സ്മൃതി വാദം തുടങ്ങിയത്. പല ആവർത്തി ആൻഡോയുമായി സ്മൃതി വലിയ തോതിൽ വാഗ്വാദം നടത്തേണ്ടി വന്നു. ഇതിനിടയ്ക്ക് അരുൺ ചില ചോദ്യങ്ങൾ സ്മൃതിയോട് ചോദിച്ചു. ഖനനമെന്ന വലിയ പ്രോസസ്സിൽ സ്വകാര്യ മേഖലയുടെ അധീശത്വം ഉറപ്പിക്കുന്നതാണ് സതീശൻ്റെ നയമെന്നായിരുന്നു അരുണിൻ്റെ വാദത്തിൻ്റെ കാതൽ. സ്വകാര്യ നിക്ഷേപത്തെ സ്വകാര്യവൽക്കരണമെന്ന് നിങ്ങൾ പറയുന്നുവെന്ന് അത്യുച്ചത്തിൽ സ്മൃതി ആക്രോശിക്കുന്നു. ഇവിടെ ന്യൂസ് ലാബിന് ഒരു അഭിപ്രായം പങ്കുവെക്കാനുള്ളത്, സ്വകാര്യ മൂലധനത്തിൻ്റെ അനിയന്ത്രിതമായ ഒഴുക്ക് സർക്കാരിൻ്റെ സ്വന്തമെന്ന് പറയാവുന്ന ഒരു മേഖലയ്ക്ക് മുകളിൽ വന്നാലും അതും സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗം തന്നെയാണ്. അല്ലാതെ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ 51% സ്വകാര്യ മേഖലയിലെ ഏതെങ്കിലും ഒരു കമ്പനിയോ വ്യക്തിയോ വാങ്ങുന്നത് മാത്രമല്ല സ്വകാര്യവൽക്കരണം. അതായത് സ്വകാര്യ മൂലധനത്തെ അനിയന്ത്രിതമായി പ്രോത്സാഹിപ്പിക്കുന്ന ഏത് നടപടിയെയും സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി മാത്രമേ കാണാൻ കഴിയൂ. പ്രത്യേകിച്ചും സർക്കാരിനെ നിയന്ത്രിക്കാൻ പോലും കഴിയാതെ വരുന്ന സവിശേഷ സാഹചര്യം രൂപപ്പെട്ടാൽ അത് സ്വകാര്യവൽക്കരണം തന്നെയാണ്. അത് ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്ന പണി തന്നെയാണ്. കരിമണൽ ഖനനത്തിൽ സ്മൃതി നടത്തിയ വാദങ്ങളെ ആൻഡോയും അരുണും ഒരുമിച്ച് എതിർത്തതോടെ സ്മൃതിയുടെ പിടിവിട്ടു. പിന്നെ ഒരു എഡിറ്റോറിയൽ ചർച്ചയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചത്. സ്മൃതി ആങ്കർ ഡൈസ് വിട്ടെണീറ്റു. കൊണ്ടുവന്ന വാർത്തയെടുത്ത് സ്മൃതി സ്വയം കുടുങ്ങിയ പാടില്ലായിരുന്നു. അങ്ങനല്ല, ഈ ഓർഡറിന്റെ കാര്യം പറഞ്ഞു വരുന്നത് ഞാൻ സ്മൃതിയല്ല, ആ സ്മൃതിയുടെ ആർഗ്യുമെന്റിനെ ഞാൻ പറയുന്നത്. ഒരാളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ന്യൂസ് ലാബ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അതൊരു മാധ്യമ പ്രവർത്തകനാണ്. പേര് ജയചന്ദ്രൻ ഇലങ്കത്ത്. കഴിഞ്ഞ 10-25 കൊല്ലമായി CPM-നെതിരായി വാർത്തകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ് സാക്ഷാൽ ജയചന്ദ്രൻ ഇലങ്കത്ത്. ഡോക്ടർ TM തോമസ് ഐസക്കും MA ബേബിയുമായിരുന്നു ഇലങ്കത്തിൻ്റെ പ്രധാന ഇരകൾ. ഇവർ ഇരുവരും ഇരകളായിരിക്കുമ്പോൾ പിണറായിയും മറ്റുള്ളവരുമൊക്കെ ഇയാളുടെ വാർത്താ നിർമ്മിതിയിൽ ഇടം പിടിക്കുക സ്വാഭാവികമാണല്ലോ. ജനകീയാസൂത്രണ വിവാദ കാലത്ത് തോമസ് ഐസക്കിനെ ഇല്ലായ്മ ചെയ്യും വിധമായിരുന്നു ഇലങ്കത്തിൻ്റെ വാർത്തകൾ. അതായത് 1/4 നൂറ്റാണ്ടായി CPM-നെതിരെ ഒരു ഉളുപ്പുമില്ലാതെ നുണ മാത്രം എഴുതി ശീലിച്ചൊരാളുടെ വാർത്തയും പൊക്കിപ്പിടിച്ചു വന്നു എന്നതാണ് മീറ്റ് ദ എഡിറ്റേഴ്സിൽ സ്മൃതി പരുത്തിക്കാട് ചെയ്ത ഏറ്റവും വലിയ പാതകം. ചെയ്ത വാർത്തകൾ മിക്കവയും ആവിയായിപ്പോയ ഒരു ജേർണലിസ്റ്റാണ് ഇലങ്കത്ത്. അതായത് മാധ്യമ ധാർമ്മികത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മാധ്യമ പ്രവർത്തകൻ. സ്വന്തം വാർത്തകൾ വാർത്തയല്ലാതായി മാറുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അയാളുടെ പ്രൊഫഷൻ തന്നെ എന്നേ റദ്ദ് ചെയ്യപ്പെട്ടു പോയതാണ്. സംശയമുള്ളവർക്ക് 100 കണക്കിന് വാർത്തകൾ കാണിച്ചു തരാം. കേട്ടിട്ടില്ലേ, ചിലരെ ചുമന്നാൽ ചുമന്നവനും നാറുമെന്ന്? അതുകൊണ്ടാണ് ഇലങ്കത്തിനെ ചുമന്നതുകൊണ്ട് സ്മൃതി പരുത്തിക്കാടിന് ഈ ഗതികേട് വന്നത്. ന്യൂസ് ലാബിൻ്റെ ഇന്നത്തെ ലക്കത്തിന് വിരാമം കുറിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.